ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ചിക്മംഗ്ലൂരിലാണ്. 1 ഡേ ചിക്മംഗ്ലൂർ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കിൽ കണ്ടില്ലേ ഈ ഒരു ലേക്കും അതേപോലെ കുറേ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് പോകാനുണ്ടാണ് ചിക്മംഗ്ലൂരിൽ. 1 ഡേ ആണ് സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ചിക്മംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ചിക്മംഗ്ലൂർ പോകുന്ന വഴിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയിരിക്കുന്നത്. ഹല്ലിമനെ വെജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിൽ തന്നെ ഈ ഹാസൻ ഹൈവേയിൽ തന്നെയാണ് നമ്മൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഹാസനിലാണ് നമ്മളിപ്പോൾ നിർത്തിയത്. ഹാസൻ കഴിഞ്ഞ് കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ 2 കാറിലാണ് വന്നത്, ഒരു വേർട്ടസിലും പിന്നെ ഒരു XUV 9iലാണ് വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട്, നമ്മൾ ഈ ഒരു EV കാറൊക്കെ എടുത്തിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഒക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ 2 കാർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു ഇത്ര നേരം ഡ്രൈവ്. എന്തായാലും ഇനി ബാക്കിയുള്ള ഡ്രൈവ് നോക്കാം. ഞങ്ങൾ ഫസ്റ്റ് യാഗച്ചി ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വലിയൊരു ഡാമാണ്. ബെല്ലൂരിലാണ് ഈ ഒരു ഡാം വരുന്നത്. നല്ലൊരു സീനിക് ലൊക്കേഷനിലാണ്. നമുക്ക് ചിക്മംഗ്ലൂർ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഡാമിലേക്ക് കയറിയിട്ട് പോകാൻ പറ്റും. ഡീപ്പ് വുഡ്സ് ചിക്മംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു വില്ലയിലാണ് എടുത്തിരിക്കുന്നത്. Airbnb ആണ് എടുത്തിരിക്കുന്നത്. അവിടെ എത്തി. ബാക്കിൽ കാണുന്നതാണ് വില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അതിന് മുന്നിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വില്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 3 ബെഡ്റൂം വില്ലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഉള്ളിൽ പോയി നോക്കാം ഈ ഒരു വില്ലാൻ്റെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. ചെക്ക് ദ പ്രോപ്പർട്ടി. വാ, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാള് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇതിൽ അറ്റാച്ച് ബാത്റൂം ഇല്ല. ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇതിൽ നമ്മൾക്ക് അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ ഇനിയൊരു ബെഡ്റൂം വരുന്നത് മറ്റൊരു സൈഡിലേക്കാണ്. അത് നോക്കാം. 4 ബെഡ്റൂമാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതൊരു ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമിൽ അറ്റാച്ച് വാഷ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമിൽ അറ്റാച്ച് വാഷ്റൂം വരുന്നില്ല. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ ഒരു ഫ്രിഡ്ജൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വില്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു വില്ലാണ് നമ്മൾ 16,500 റുപ്പീസാണ് കൊടുത്തിട്ടുണ്ടായത്. പെർ ഡേ നമ്മൾ 4 ബെഡ്റൂം 8 മെമ്പേഴ്സിന് കൊടുത്തത്. നമുക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും വരുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് കുറച്ചും കൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് ലോണും അതേപോലെ തന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വരികയാണെങ്കിൽ.
അപ്പോൾ ഞങ്ങളിപ്പോൾ മുല്ലയങ്കരി പീക്കിലേക്ക് പോവുകയാണ്. അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ മുല്ലയങ്കരി പീക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു പീക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് ഹയസ്റ്റ് പീക്ക് ഇൻ കർണാടകയാണ്. അപ്പോൾ നമുക്ക് ആ മുല്ലയങ്കരി പീക്ക് പോയിട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. മുല്ലയങ്കരി പീക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഒരു മാഗിയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. നല്ലൊരു വ്യൂവിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, ബാക്ക് ഒരു പീക്ക് വ്യൂ തന്നെ കണ്ടില്ലേ. നല്ല ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ആയി. ഇതിലെങ്കിൽ പ്രിറ്റി കോൾഡ് ആണ്, കുറച്ച് നല്ല ടെമ്പറേച്ചറും വരുന്നുണ്ട്. ബാക്കിലൊക്കെ ഫുൾ നമുക്ക് ഈ ഒരു പീക്കൊക്കെ കാണാൻ പറ്റും. ഹലോ ബ്രോ. Hi bro. Hi bro. What do you feel about this view? Amazing. Nice. I always love mountains. Be it in Ooty, be it in Chikmagalur, or be it in Shimla. Shimla. Anywhere mountains is beautiful. Hello Jacob. Hello bro. We have ordered 2 Maggi. 2 Maggies. Egg, yeah. Omelette. Normal. Yeah. Omelette, yes I can. Yeah. I'll do omelette. അപ്പോൾ നമ്മൾ മുല്ലയങ്കരി പീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീപ്പ് സഫാരി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പീക്ക് അതുവരെയും മേലെ വരയ്ക്ക് നടക്കണം. അപ്പോൾ ഒരു നല്ലൊരു വ്യൂ ആയിരിക്കും. നമുക്ക് ഈ ഒരു വാലി വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു പീക്കിലെത്തി. ഇതാണ് ആ മുല്ലയങ്കരി പീക്ക് എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആണ്. എന്തായാലും അടിപൊളി വ്യൂ ആണ്. പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ചിക്മംഗ്ലൂരിന്റെ ലേക്കും അതേപോലെ എല്ലാം കാണാൻ പറ്റും. നല്ലൊരു സൺസെറ്റ് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. മുല്ലയങ്കരി പീക്കിൻ്റെ മുകളിൽ വന്നു വെച്ചാൽ നമുക്കൊരു ടെമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ടെമ്പിൾ വന്നു വെച്ചാൽ നമുക്ക് ഈ ഒരു മുല്ലയങ്കരി ഒരു ശിവൻ ടെമ്പിളാണ് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോയി നമുക്ക് നോക്കിയിട്ട് വരാം. ഫോട്ടോഗ്രാഫി ഒന്നും നല്ലോണം അല്ല ഉള്ളിൽ. ഈ വ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മുല്ലയങ്കരി പീക്ക് വന്നേ പറ്റുള്ളൂ. അടിപൊളി വ്യൂ ആണ്. ആ ഒരു ക്ലൈമറ്റും സൂപ്പർ ആയിട്ടുണ്ട്. ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ സൺസെറ്റ് ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓ അടിപൊളി സൺസെറ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുക. മുല്ലയങ്കരി പീക്ക് വന്ന് വെച്ചാൽ വൗ നൈസ്. അപ്പോൾ ഞങ്ങൾ മുല്ലയങ്കരി പീക്ക് പോയി ഞങ്ങൾ എത്തിയപ്പോൾ നമ്മൾ ഫുൾ നൈറ്റ് പാർട്ടി ചെയ്തിട്ടിരിക്കുകയാണ്. വി ആർ ഡൂയിങ് ഗ്രിൽ. അതേപോലെ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഫുള്ളായിട്ട് ഒരു എൻജോയ്മെൻ്റ് ആണ്. ഞങ്ങളിതാ ഗ്രില്ലൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഹലോ ജേക്കബ്. ഹലോ അജിത ബ്രോ. How's the paneer bro? Awesome. Nice, huh? Yes. This is all boneless. Boneless and 1 or 2 bone. No. Too good. Paneer on its way. Potato and mushroom are yet To be barbecued. Yes. Chicken is on the way for us. Nice. So good. So far so good, no? Yes, yes. Nice sunset also we saw in Mullyanagiri Peak. Amazing. Thanks for aging, Abhi. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ ബാബിയോ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഇതാ എല്ലാവരും അങ്ങനെ ഒന്നൊന്നായിട്ടിരുന്ന് ഫുൾ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിരിക്കണം. ഹലോ ഹലോ. Enjoying.
ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ എല്ലാവരും ഫ്രഷൊക്കെ ആയി. ഇവിടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. നല്ല അടിപൊളി നൈറ്റ് ആയിരുന്നു. രാത്രി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അറൗണ്ട് 15-16 ഡിഗ്രീസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈവനിങ് ആണ് ഇവിടെ കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് വരുന്നത് ആഫ്റ്റർ സൺസെറ്റ്. എന്തായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ നമുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് 1-2 പ്ലേസ് പോയിട്ട് പിന്നെ തിരിച്ച് നമുക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളും കാണാം. ഗുഡ് മോർണിംഗ്. ഒരു കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. Let's discuss about coffee. So as we are in Chikmagalur, the first coffee plantations were in Chikmagalur. So we need to talk about coffee. Yeah. Did you know that Baba Budhangiri bought it all the way from South America? Yeah. And he planted it in these hills in Chikmagalur. Yeah. Oh. That's why that famous hills are there, right? The Chikmagalur Baba Budhangiri. You can still see the original coffee. And he's been worshipped now by the Muslims. And Hindus have their own temple there. That place has become a totally historic and religious place. It's that one. Yeah, it's pretty. Coffees, yeah. A lot of coffee made out of the Baba Budhangiri coffee. And from here, coffee spread throughout parts of Kerala, Tamil Nadu. Coffee, cheers. Cheers to coffee. Cheers. Coffee morning club. Cheers. How was your experience? അടിപൊളി. Nice. How was the experience? Nice. For Clueless Passport, unpaid reviews we are giving. And then we'll show you the property. അപ്പോൾ നമ്മളിപ്പോൾ പാണ്ഡുരംഗ കോഫിയിൽ വന്നിട്ടുണ്ട്. പാണ്ഡുരംഗ കോഫി വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ഓൾഡ് കോഫി ഹൗസാണത്. അവിടെ വന്ന് നമുക്ക് ഇവിടെ ചിക്മംഗ്ലൂർ കോഫി എന്തായാലും മേടിക്കണം. കോഫി ഈസ് എ മസ്റ്റ് ബൈ എന്നാണ് പറയുക അവിടെ. ഓ നൈസ് സ്മെൽ. ആ ഒരു സ്മെല്ല് തന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കോഫി മേടിച്ചിട്ട് ഇറങ്ങി. അടുത്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെ നമോറ കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഫിൽറ്റർ കോഫി കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സ്ട്രോങ് കോഫി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, 500 rupees. പിന്നെ ഒരു കോഫി ലിപ് ബാം എടുത്തിട്ടുണ്ടായിരുന്നു, അത് 300 rupees ആയി. സോ നൈസ്. ലൈക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളൊരു കോഫീൻ്റെ ഇതൊക്കെ മേടിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഫി ഉണ്ട് ഇവിടെ. ഹൗസ് എ ഫിൽറ്റർ കോഫി? ഗുഡ്. ആ 1. ഇതാണ് അടുത്ത ലൊക്കേഷൻ, ഹിരക്കൊലാലെ ലേക്ക് എന്ന് പറഞ്ഞിട്ട്. ദിസ് ഓൾസോ വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ചിക്മംഗ്ലൂർ വരികയാണെങ്കിൽ ഇവിടെയും വരാം. നല്ലൊരു ലൊക്കേഷൻ. എന്നാൽ ഇപ്പോൾ ഫുൾ സണ്ണി ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ പോകുന്നില്ല. മുല്ലങ്കരി പീക്ക് പോയപ്പോൾ ഈ ഒരു ലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണാൻ പറ്റും. ചെറിയൊരു ലേക്കാണ്, എന്നാലും നല്ലൊരു ഇതല്ലേ. But it's very hot. You see the sun over there beating at us? Yeah. Very sunny. Otherwise it's very good. Amazing. And you see all these different things being sold over here. You can buy these things, okay? I'm not the chauffeur. Tourists will come like this. But pichakara hai tourist aana. ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് ആ ലേക്ക്. അപ്പോൾ
അപ്പോൾ ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ 1 day ചിക്മംഗ്ലൂരിൽ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ ഫ്രണ്ട്സായിട്ട് വന്ന് ആ ഒരു സ്റ്റേയും അതേപോലെ കുറച്ച് ലൊക്കേഷൻസൊക്കെ കണ്ടു. നമ്മൾ 1 day ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് കുറച്ച് ലൊക്കേഷൻസേ പോയിട്ടുള്ളൂ. അതിനുള്ള കുറേ ലൊക്കേഷൻസ് ഉണ്ട്. ഇവിടെ ബാബ ബുദംഗിരി പീക്ക് ഉണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഇവിടെ വരികയാണെങ്കിൽ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. 1 day സ്റ്റേ ചെയ്യാൻ നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ക്ലൈമറ്റ് കുഴപ്പമില്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, and മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്. ബൈ.